ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമ്മൾ ഈ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പാണ്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് വട്ടിയൂർക്കാവിനെ കാണുന്നത്? വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവ് പ്രത്യേക ഒരു കേരളത്തിലെ ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ, ഒന്ന് വട്ടിയൂർക്കാവും തിരുവനന്തപുരത്ത് നിയമവും. അത് നമ്മൾ പറയാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. DGP ആയിരുന്ന നല്ലൊരു പേഴ്സണാണ് ഈ ശ്രീലേഖ മാഡം. ഇലക്ഷന് വേണ്ടി അവർ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകാൻ നിൽക്കുന്നതിന് വളരെ കളർഫുള്ളാണ്. സോഷ്യൽ മീഡിയ മുഴുക്കുകയും മേടാണ്. നിങ്ങളുടെ രാഷ്ട്രീയം അതെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല, ഞാൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും വിമർശനം. ഇവിടെ നമുക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തിപ്രഭാവമുണ്ട്, ഭക്തിയുടെ ഒരു കാര്യമുണ്ട്. അല്ല, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് രാഷ്ട്രീയമല്ല, വ്യക്തിപ്രഭാവമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ മേഡത്തിൻ്റെ ഒരു ഭയങ്കര പവർഫുൾ ഇതായിട്ട് നിൽക്കുന്ന മേഡത്തിനെ നമുക്ക് ഒഴിവാക്കാനൊക്കില്ല. ഇതിലാര് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഏത് പാർട്ടി നല്ലത് പറയണോ മോശം പറയണോ എന്നുള്ളതല്ല, എനിക്കത് പറയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ നിൽക്കുകയാണ് ഇവർ 3 പേര്. വട്ടിയൂർക്കാവിലാണോ വോട്ട്? അതെ. ഇവിടെ ആര് ജയിക്കും? ഇവിടെ സാധ്യത ശ്രീലേഖ ആണോ? അതായത് ഞങ്ങൾക്കിപ്പോൾ ഈ 22 വാർഡുകളിൽ 12 വാർഡ് കൗൺസിലർമാർ BJPയിലുണ്ട്. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരൻ ജയിക്കാനാണ് സാധ്യത. വോട്ട് വട്ടിയൂർക്കാവിലാണോ? വട്ടിയൂർക്കാവിലാണ്. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ശ്രീലേഖ IPS തന്നെ ജയിക്കും. ആണോ? അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിലൊരു ഗവൺമെൻറ് ഇല്ലായിരുന്നു. ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഗുണ്ടായിസ ടീമായിരുന്നു. ഒരിക്കലും ഒരു ഗവൺമെൻറ് എന്നൊരു പിടിച്ചുപറിക്കാൻ അവർ നിരന്തരം ചരിത്രത്തിലില്ലാത്ത സെക്രട്ടേറിയറ്റ് തീയിടുക, എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ബില്ലെഴുതിയെടുക്കുക, ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ നടത്തിയ ഈ ഗവൺമെൻറ് ബംഗാളിൽ എങ്ങനെയാണോ ഈ പാർട്ടി തകർന്നത്, അതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ IPS ജയിക്കും. ആര് ജയിക്കേണ്ട സാധ്യത? ഇവിടെ വട്ടിയൂർക്കാവിൽ ആര് ജയിക്കേണ്ട സാധ്യത? നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോഴും നമ്മുടെ BJP ആണ്. പ്രതീക്ഷ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു 50 സ്ഥലത്ത് താമര വിരിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ വീണ്ടും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആര് ജയിക്കും? ഇവിടെ ശ്രീലേഖ ജയിക്കും. ഉറപ്പാണ്? ഉറപ്പായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കാലം മാറിയില്ല. മുമ്പ് കോർപ്പറേഷൻ 45 വർഷം ഇവർ ഭരിച്ച് ഇവരെ കയ്യിലല്ലേ ഇരിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് ഇരുന്നില്ലല്ലോ. ഈ മാറ്റങ്ങൾ ഒന്നുകൊണ്ടിരിക്കുകയല്ലേ. നരേന്ദ്രമോദി മാറ്റം കേരളത്തിലുണ്ടാവും. നരേന്ദ്രമോദിയുടെ വികസനം ഇവിടെ ഉണ്ടാവും. നമുക്ക് വോട്ടെണ്ണം പറയാം. 2 പേർക്കും ഭൂരിപക്ഷം കാണൂല ഇതവണ. ഒരു തൂക്ക് മന്ത്രിസഭ വരെ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രത്തിൽ വന്നവർക്ക് വരാൻ 90% ചാൻസ് ഉണ്ട്. നമുക്ക് എണ്ണം പറയാം. ഇവിടെ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഞാൻ ഇവിടുത്തെ വോട്ടറാണ്. ഇവിടെ താമര വിരിയും. താമര പൂക്കാലമാണ്. LDFിനെയും UDFിനെയൊക്കെ എല്ലാവരും മടുത്ത്. മുരളീധരൻ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ മുരളീധരൻ ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രീലേഖ മേഡം ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാം ചെയ്ത് നമുക്ക് വീട്ടിൽ കറണ്ടില്ല, വെള്ളമില്ല, ബാത്റൂമില്ല, ഒന്നുമില്ലാതെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് താമസിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും പോയിട്ടുണ്ട്, കോർപ്പറേഷനിൽ പോയി. പക്ഷേ ഇപ്പം നിങ്ങൾ നികുതി അടയ്ക്കുന്നു, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ട് ഇല്ലാത്ത കൊണ്ട് നമ്മളിപ്പം നമുക്ക് എന്തായാലും ഉടനെ ശരിയാവും. ഇപ്പോൾ പുതിയ അധികാരത്തിൽ വന്നില്ലേ പ്രതീക്ഷ ഉണ്ടെന്നല്ല, എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാവും. പൂർണ്ണമായിട്ടും അത് ശരിയാവും. ഇത് ഇത്രയും നാൾ നമ്മൾ ഒരു 10 വർഷം കൊണ്ട് കയറി ഇറങ്ങിയെടുക്കും. കറണ്ടില്ല, മണ്ണെണ്ണ വിളക്കിലാണ്. ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കാറുണ്ട്. മണ്ണെണ്ണ വിളക്ക്, പിന്നെ ബാത്റൂമില്ല, പൈപ്പില്ല. പൈപ്പ് അടുത്ത വീട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയതാണ്. പക്ഷേ നമ്മൾ ഇത് പറയാൻ ആരുമില്ല, എല്ലാവരുടെ അടുത്തും ഇപ്പോഴത്തെ BJP നഗരസഭയോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവാനുള്ള നീക്കത്തിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ അനുഭവിച്ച കഷ്ടപ്പാടെല്ലാം ഇവിടെ ഇപ്പോൾ BJP വന്നതുകൊണ്ട്, നഗരസഭയിൽ വന്നതുകൊണ്ട് നമ്മളെ കഷ്ടപ്പാട് മാറും. നമുക്ക് വെട്ടം കണ്ടി കിടക്കാം, നമുക്ക് വെള്ളം ഉപയോഗിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണ പോലെ അല്ല, മറ്റവരെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ MLA മുരളീധരനെ കണ്ടിട്ടുണ്ട്, പ്രസാദിനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ആരും വിചാരിച്ചിട്ടും നടന്നില്ല. അവർ പറയും പിന്നെ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അവർ കിരിക്കളയും. ഇത് അതേപോലെ അല്ല, നമ്മൾ നേരിട്ട് കണ്ട്
അവർ അത് ചെയ്ത് തരാമെന്ന് പറയും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മളെ വീട്ടിൽ കറണ്ടാവും. ഇവിടെ ആര് ഭരിക്കാനാണ് സാധ്യത? LDF ആണോ UDF ആണോ BJP ആണോ? കേരളം ഭരിക്കാൻ ആര് സാധ്യത എന്തോ പറയും. ഇവിടെ വട്ടിയൂർക്കാവല്ലേ അതെ 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 വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ ആരാ ജയിക്കുക? വട്ടിയൂർക്കാവ് ശ്രീലേഖയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.